കലാഭവൻ്റെ എല്ലാ പരിപാടിയിലും സുബി വന്നിരുന്നല്ലേ. ഇപ്പം ഞങ്ങൾ കലാഭവന് പ്രാവശ്യം പരിപാടി കൂടുതലാണ്. അപ്പം എല്ലാ പരിപാടിയിലും സുബി ഉണ്ടാവും. സുബിയായിട്ട് കുറേ പുതിയ പദ്ധതികളൊക്കെ ഉണ്ടായിരുന്നു. എല്ലാം പ്ലാനിങ്ങിലൊക്കെ ഇങ്ങനെ വെച്ച് സുബിയും കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഇത്രയും കൂടി കൂടുതലായേനെ പരിപാടി നന്നാവും. പക്ഷെ അതെല്ലാം മാറിപ്പോയി. ഇപ്പോഴും ഓരോ പ്രോഗ്രാംസ് വരുമ്പോൾ ബുക്ക് ചെയ്യുമ്പോഴൊക്കെ സുബിയുടെ അല്ല ഞാൻ മാത്രമല്ല, ഞങ്ങളുടെ ഗ്രൂപ്പിലെല്ലാവരും ആലോചിക്കും. നമ്മുടെ ജൂനിയേഴ്സ് പിള്ളേരൊക്കെ പറയും, സുബി ചേച്ചിയുടെ കാര്യങ്ങളൊക്കെ പറയും. പിന്നെ നമ്മൾ പരിപാടിക്കൊക്കെ ചെല്ലുമ്പോഴൊക്കെ തിരിച്ചറിഞ്ഞു എന്നവരൊക്കെ ഉണ്ട്. ചിലപ്പോൾ വിഷമം ഉണ്ടാവും, ചിലപ്പോൾ ഓരോ നമ്മുടെ മൂഡ് മനുഷ്യനല്ലേ, പല മൂഡിൽ ചിലപ്പോഴൊക്കെ നമുക്ക് ദേഷ്യം കയറിയിട്ടില്ല ഇതുവരെ. കാരണം സുബിയുടെ കാര്യം പറഞ്ഞല്ലേ വന്നത്. അതെ അതെ അതെ. പക്ഷെ സുബിയോടുള്ള ഇഷ്ടം ഇപ്പോൾ രാഹുലിനോടും ഉണ്ട് ആളുകൾക്ക്. കാരണം ഞങ്ങൾ തന്നെ വിട്ട വീഡിയോയുടെ അടിയിൽ രാഹുലിനെ എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ, രാഹുലിനെ ആശ്വസിപ്പിക്കുകയൊക്കെ ചെയ്യുന്ന രീതിയിലാണ്. അങ്ങനെ ഒരു ഇത് കൺസിഡറേഷൻ കിട്ടുന്നുണ്ട്. അതെനിക്കും തോന്നിയിട്ടുണ്ട്. സുബിനോടുള്ള ഇഷ്ടം കൊണ്ടായിരിക്കണം. അല്ലാണ്ട് പ്രത്യേകിച്ച് ഞാൻ കേരളത്തിലെ കലാരംഗത്തൊന്നും അങ്ങനെ വലിയ മികച്ച പ്രവർത്തനമൊന്നും കാഴ്ചവെച്ചിട്ടൊന്നുമില്ല. നമ്മൾ പക്ഷേ അത്യാവശ്യം കോർഡിനേറ്റ് ചെയ്തിട്ടുണ്ട്. ഇൻ്റർനാഷണൽ ആണെങ്കിലും ഇത് പ്രോഗ്രാം എന്നും പറഞ്ഞാൽ നമ്മളങ്ങനെ അങ്ങനെ ഭയങ്കരമായിട്ട് അറിയപ്പെടുന്ന ആർട്ടിസ്റ്റൊന്നും ആയിരുന്നില്ല. അത് ഇതിങ്ങനെയൊക്കെയല്ലേ നമ്മളെ പെട്ടെന്ന് അറിഞ്ഞ്. അതുകൊണ്ടൊക്കെ ആയിരിക്കും കൂടുതൽ. സ്റ്റേജിൽ കയറുമായിരുന്നല്ലോ. ആണാണ്, ഞാൻ കയറും. ഞാൻ മിമിക്രിയിൽ 4 തവണ യൂണിവേഴ്സിറ്റി ഉണ്ടാണ്, ഞാൻ പറഞ്ഞിട്ടുണ്ട് വേറെ മിമിക്രിയിലൊക്കെ. പിന്നെ അത്യാവശ്യം പ്രോഗ്രാം എല്ലാ പ്രശസ്തരുടെയും പോയിട്ടൊക്കെ ഉണ്ട്. ഈ സുബിയുടെ ഭക്ഷണത്തിന്റെ കാര്യം നമ്മൾ അന്നും ചർച്ച ചെയ്ത കാര്യമാണ്. അത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ കാരണം എന്ന് പറയുന്നത് ഇനി ആർക്കും അങ്ങനെ വരരുത് എന്നുള്ളത് കൂടെ കൊണ്ടാണ്. അപ്പോൾ വർക്കഹോളിക് ആയിരുന്ന ഒരാളായിരുന്നു. അപ്പം കൂടെ നടക്കുകയാണല്ലോ രാഹുലും. അപ്പം എപ്പോഴെങ്കിലുമൊക്കെ അതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുണ്ട് രാഹുലിന്, അയാൾ ഭക്ഷണം കഴിക്കാതിരിക്കുന്നത് ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുണ്ട്. കാരണം ചില സ്ഥലങ്ങളിൽ കിട്ടുമ്പോഴേ കിട്ടുള്ളൂ. പിന്നെ അടുത്ത സ്ഥലത്ത് നിന്നാൽ കിട്ടിയെന്ന് ഭക്ഷണം. അപ്പോഴൊക്കെ പിന്നെ എയർപോർട്ടിനകത്തൊക്കെ ആർക്കാണ് ഭക്ഷണം കഴിക്കാൻ പറ്റണത്? ഒരു ചായക്ക് 200 രൂപ, ഒരു ബർഗറിന് 400 രൂപ വെച്ച് ആരാണ് അത് കഴിക്കണത്? അപ്പോൾ പിന്നെ വേണ്ടെന്ന് നോക്കി നമ്മൾ. പക്ഷെ അങ്ങനെ നോക്കിയിട്ടില്ല എങ്കിൽ പോലും ചില സമയങ്ങളിൽ അതൊരു കാരണമായിട്ട് എടുക്കും. ഇത്ര 4 പേര് ഭക്ഷണം കഴിച്ച് കഴിയുമ്പോൾ ഇന്ത്യൻ മണി ആലോചിക്കുമല്ലോ. അങ്ങനെ ഒരു വിഷയമുണ്ട്. അതെ, നമ്മുടെ കാൽക്കുലേഷൻ എങ്ങനെയായിരിക്കും പോവുക? അയ്യോ ദൈവം, ഇത്ര നേരം ചായ പിടിച്ചിന് 4 പേർക്ക് 8,000 രൂപ. അങ്ങനെ വരുമ്പോൾ നമുക്ക് നമ്മളോട് തന്നെ ഒരു ഇത് തോന്നും. അപ്പോൾ ഞങ്ങളങ്ങനെ എല്ലാ സുബിയൊക്കെ ഭയങ്കര ഒതുക്കോളം. അപ്പോൾ ഇങ്ങനെ മണി മാനേജ്മെൻ്റ് ഒക്കെ അറിയാവുന്നൊരു ലേഡിയായിരുന്നു. അനാവശ്യ ചിലവൊന്നുമില്ല. പിന്നെ ഭക്ഷണം കഴിക്കാതിരുന്ന ചിലപ്പോൾ കഴിക്കുമ്പോൾ കഴിക്കും. അങ്ങനെയാണ് ഡിസോർഡർ. ഈ സുബിന്ന് തന്നെയല്ല, ഒരു 95% കലാകാരന്മാരും കൃത്യമായിട്ട് ഭക്ഷണം കഴിക്കണവരാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം വർക്കിൻ്റെ ഇതനുസരിച്ച് സാധ്യത കുറവാണ്. ചിലവരൊക്കെ ഉണ്ട് വളരെ സ്ട്രിക്റ്റ് ആയിട്ട് കഴിക്കണത്, അവർക്ക് ആരോഗ്യം ഉണ്ടാവും. സുബിനല്ല ഭക്ഷണം ഞാനൊക്കെ. ഈ ശ്രീകണ്ഠൻ സാറാണ് ശരിക്കും നിങ്ങളുടെ കാര്യം നാട്ടുകാരെ അറിയിക്കുന്നത്. അതുവരെ അത് ഒന്നുകിൽ നിങ്ങൾക്കേ അറിയാവൂ, അല്ലെങ്കിൽ അത് കൃത്യമായിട്ട് എല്ലാവർക്കും ധാരണയില്ലായിരുന്നു. പക്ഷേ ശ്രീകണ്ഠൻ സാറ് വിളിച്ചു പറയുന്നതോടുകൂടി സുബി അതൊരു അനൗൺസ്മെന്റ് പോലെ. അതെ, ആ സമയത്ത് രാഹുൽ അത് കേൾക്കുമ്പോൾ രാഹുൽ ശരിക്കും പ്രതീക്ഷിച്ചിരുന്നോ? ഇല്ല, സുബി അത് പറയണ കാര്യം എന്നോട് പറഞ്ഞിട്ടില്ല. സുബി പറഞ്ഞ് എനിക്ക് എതിർപ്പില്ല. അപ്പൊ അതുകൊണ്ട് പ്രത്യേകിച്ച് അതിനകത്ത് തറക്കൂല. ആദ്യമൊന്ന് ഞെട്ടി, അത്രേ ഉള്ളു. അങ്ങനെ പറയും ആ വേദിയിലെന്ന് വിചാരിച്ചിരുന്നില്ല. ഇല്ല, അങ്ങനെ പറയാനുള്ള വേദിയല്ല അത്. അതെ, അതാണ്. പക്ഷെ ആ വേദിയുടെ അതിന്റെ ജനിതകം തന്നെ മാറിപ്പോയി. അതിന്റെ ആ പരിപാടിയുടെ പിന്നെ അത് കല്യാണാലോചനയും പെണ്ണുകാണലോ ആയിപ്പോയി. അത് ശ്രീകണ്ഠ സാറ് അതിലേക്ക് പിടിച്ച് സാറ് പിന്നെ കല്യാണം നടത്തി അടങ്ങോളും. പുള്ളിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. പുള്ളി ഒരു ദിവസം അതിനു വേണ്ടി മാറ്റി വെക്കും, അത് ഒരുമിച്ച് വരും. പുള്ളി ഇപ്പൊ നമ്മളെയൊക്കെ പേരെടുത്ത് വിളിക്കും. നേരത്തെ പരിചയമുണ്ടെങ്കിൽ പോലും പുള്ളിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു, ഞങ്ങൾക്കും എല്ലാവർക്കും ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ അങ്ങോട്ട് ഒത്തില്ല, മറ്റേത് പറയണ പോലെ. സാറ് ശരിക്കും സുബിയുടെ വാർത്ത കേട്ടിട്ട് ഭയങ്കരമായിട്ട് ഷോക്ക്ഡ് ആയിപ്പോയി സാറ്. അപ്പോൾ ആ സമയത്ത് സാറിന്റെ മനസ്സിലും ഒരുപാട് ഇതുണ്ടായെന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. അത് പുള്ളിയുടെ മുഖത്തുണ്ടല്ലോ, നമ്മൾ പല സ്ഥലത്തും കാണുന്നു. പുള്ളിക്ക് നമ്മളെ കണ്ടിട്ട് എന്ത് പറയണമെന്നൊന്നും, പുള്ളി എന്ത് പറയുമെന്നായിപ്പോയി എന്നെ കണ്ടപ്പോൾ. അപ്പം ഞാൻ എന്ത് ചെയ്ത്, ആ പുള്ളിയുടെ കൺവെട്ടത്ത് വരാണ്ട് മാറിയിരുന്നു. കാരണം
പുള്ളിനെ ശ്രീകണ്ഠ സാറിന് അങ്ങനെ ഒരു പ്രതിസന്ധി നമുക്ക് ഒഴിവാക്കി കൊടുക്കണം. കാരണം ഞാൻ നിന്നാൽ പുള്ളിക്ക് എന്തെങ്കിലും എന്നോട് പറയേണ്ടി വരും. അപ്പോൾ ഇത് ഈ ലോകത്തിനോട് വിളിച്ചു പറയണ ശ്രീകണ്ഠ സാറാണ്. അപ്പോൾ അനൗൺസ് ചെയ്ത് ആ മാസം തന്നെ ഇത് സംഭവിക്കുകയും ചെയ്തു. വേറൊരു മാസത്തിലേക്കും കൂടി പോയില്ല. കുറേ പരിപാടികളും ആ ബോംബെ, ഛത്തീസ്ഗഡ്, ദുബായ് അങ്ങനെ കുറേ സ്ഥലത്ത് പരിപാടിയും പിടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ സംഘാടകരൊക്കെ നമ്മൾ അതിനോടൊക്കെ കോപ്പറേറ്റ് ചെയ്തു, എല്ലാവരും സഹകരിച്ച്. ഈ സുബിയുടെ മരണത്തോടുകൂടി ഇപ്പം മണിച്ചേട്ടൻ മരിച്ചിട്ട് ഒരുപക്ഷെ നമ്മൾ മറന്നിട്ടില്ല ഇപ്പോഴും. ഞാൻ മനസ്സിലാക്കുന്നത് സുബിയുടെ മരണം കഴിഞ്ഞും ഒരു ഇത്തരത്തിലുള്ളൊരു ഓർമ്മപ്പെടുത്തൽ ഉണ്ടാവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. മലയാളികൾക്ക് അത്ര പെട്ടെന്ന് മറക്കാനും പറ്റില്ല. ഇപ്പോൾ മണിച്ചേട്ടൻ മരിച്ച് ഇത്രയും വർഷമായിട്ടും നമ്മൾ ഇത് ആവർത്തിച്ച് ഓർക്കുന്നതല്ലാതെ ഇന്നലെ സംഭവിച്ചതുപോലെയാണ് നമുക്ക് ഫീൽ ചെയ്യണത്. അത് കലാകാരന്മാർക്കും കലാകാരികൾക്കൊക്കെ ഒരുപക്ഷെ അങ്ങനെ ഒരു എക്സിസ്റ്റൻസും കൂടെ ഉണ്ടാവും. സുബിയെ നമ്മൾ അത്ര പെട്ടെന്ന് മറക്കില്ല എന്നാണ് നമ്മൾ കരുതുന്നത്. അതെന്താന്ന്, സുബിനെ പോലെ സുബി മാത്രമേ ഉള്ളൂ. സീരിയലിലെ ആക്ട്രസ്മാർ കുറേ ഉണ്ട്, അതൊക്കെ ഒരേ ജോണറിൽ പോണത്. സുബിനെ പോലത്തെ വേറൊരാളെ നമുക്ക് കാണിക്കാൻ പറ്റണില്ല. അതുപോലെ തന്നെ മണിച്ചേട്ടൻ ഡേയ്സ്, ഞാൻ മണിച്ചേട്ടൻ്റെ കൂടി ഉണ്ടായിരുന്നതാണ് കുറേ നാൾ. ഒരു 19 സ്റ്റേജ് അങ്ങ് ഒരുമിച്ച് വിദേശത്തൊക്കെ പോയിട്ടുണ്ട്. പുള്ളിനെ പോലെ പുള്ളി മാത്രമേ ഉള്ളൂ, മണിച്ചേട്ടനെ പോലെ. പിന്നെ മണിച്ചേട്ടനെ ഉത്സവവേദികളാണെങ്കിലും പള്ളിപ്പറമ്പുകളാണെങ്കിലും നമ്മളിപ്പോൾ കലാഭവൻ്റെ നമ്മൾ ഏറ്റവും നല്ല രീതിയിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഗാനങ്ങളാണ് നമ്മൾ. അപ്പോൾ അവിടെ വന്നിട്ട് പറയും, കലാഭവൻ്റെ ഒരു പാട്ട് പാടാണ്ട് ഇവിടെ പോകാൻ പറ്റൂല എന്ന് പറയും. അപ്പോൾ അതുപോലെ തന്നെ സുബിയുടെ ഓർമ്മകൾ ആളുണ്ടാവും. ഒരു പരിധി വരെ കുറേ നാൾ കൂടി നിൽക്കായിരിക്കും. എല്ലാവരും പോകും, എല്ലാ ഓർമ്മകളിൽ നിന്നൊക്കെ പോകും. ഇപ്പോൾ എത്രയോ ലെജൻഡുകൾ നമ്മുടെ മനസ്സിൽ നിന്ന് പോയേക്കണേ. പ്രേം നസീറിനൊക്കെ നമ്മൾ ഈ ജനറേഷനൊക്കെ ഇനിയിപ്പോൾ ഓർക്കുമോ? നസീർ സാറിനൊന്നും അങ്ങനെ കാലഘട്ടത്തിൽ. പക്ഷേ മണിച്ചേട്ടനും ഇവരൊക്കെ നിൽക്കുമെന്ന് വിചാരിക്കണം. നിന്നാ സന്തോഷം. ഈ സുബിയുടെ സ്വഭാവം കുറച്ചൊരു തൻ്റെ ഇടമുള്ള പാവമാണ്. തൻ്റെ ഇടം അഭിനയിക്കണായിരുന്നു, ഉള്ളുകൊണ്ട് പാവാണ്. ഇത് തൻ്റെ ഇടം അഭിനയിച്ചില്ലെങ്കിൽ പിടിച്ചിക്കാൻ പറ്റില്ല എന്ന് പറയണം. അങ്ങനെയാണ് മിക്കവരും. രാഹുലിനോടുള്ള കമ്മ്യൂണിക്കേഷൻ എങ്ങനെയായിരുന്നു? ഇപ്പൊ പ്രോഗ്രാംസിലൊക്കെ എന്തെങ്കിലുമൊക്കെ തരത്തിലുള്ള സമയത്തിന് വരാത്തതോ അങ്ങനെയൊക്കെ? ഞാൻ ഡേറ്റ് മറന്നാൽ ഞാൻ ഓർമ്മിപ്പിക്കും. അതാണ് നമുക്ക് സുബിനോടൊക്കെ ബഹുമാനം തോന്നുന്നത്. കാരണം ഞാൻ ഡേറ്റുകൾ മറന്നിട്ടുണ്ട്. നമ്മൾ എഴുതി വെച്ചിട്ടുണ്ടാവും, പക്ഷേ ഇന്ന ദിവസമല്ലേ പോണേന്ന് നോക്കി. പക്ഷെ എന്തൊക്കെയാണെങ്കിലും കറക്റ്റ് സമയത്ത് സ്റ്റേജിൽ ആളുണ്ടാവും. കറക്റ്റ് അത് സുബിയിൽ കണ്ടിട്ടുണ്ട്. അത് അശോകൻ ചേട്ടൻ, മണിച്ചേട്ടൻ, നാദൃഷക്ക, ഇവരൊക്കെ സ്റ്റേജിൻ്റെ കാര്യത്തിൽ ഭയങ്കര. ഞാൻ ഈ സ്റ്റേജിലൊക്കെ അയൺ ചെയ്യാണ്ടൊക്കെ ചെല്ലുള്ളൂ. ഈ അശോകൻ ചേട്ടനൊക്കെ എത്രയോ വലിയ അശോകൻ ചേട്ടനൊക്കെ എത്രയോ വലിയ. പക്ഷെ ഞാൻ ഒരു 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഇവർ സ്റ്റേജിൽ തകർക്കണുണ്ട്. അപ്പോൾ അത്രയും ആരാധനയും ഗുരുതുല്യനാണ് നമുക്ക്. അപ്പോൾ പുള്ളി നമ്മളൊരു ഞാൻ ഈ ടീഷർട്ട് തന്നെ ഇടുന്നത് അയൺ ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ്. അപ്പം പുള്ളി എന്ത് ചെയ്യും, നീ ഇങ്ങോട്ട് നോക്കട്ടെ എന്ന് പറയും, പുള്ളി അയൺ ചെയ്യും. ഡൗൺ ടു എർത്താണ് അശോകൻ ചേട്ടനൊക്കെ.